ഇവരുടെ ഈ ദോഹയിലെ ഖത്തറിലെ അറബ്സ് മറ്റുള്ള UAE അറബ്സുമായിട്ടുള്ള വേഷത്തിലൊക്കെ മാറ്റമുണ്ടോ? എന്താ വ്യത്യാസം? അവര് ഈ ഖത്തറിലെ ഈ സോപ്പ് എന്ന് പറയില്ല, അതിന് ഈ കോളറൊക്കെ ഉണ്ടായിരിക്കും. അതെ, UAE ഇതില്ലാത്ത അവരെ സംസാര ഭാഷക്കും വ്യത്യാസമുണ്ട്. അവരിപ്പോ ഇവരാണോ, അതിപ്പോ UAE-കാരനാണോ ഒമാൻകാരനാണോ അല്ലെങ്കിൽ സൗദിക്കാരനാണോ ഇവർക്ക് പരസ്പരം അറിയാൻ പറ്റും. അതിപ്പോ നിങ്ങൾക്കറിയാൻ പറ്റുമോ? നമുക്ക് അറിയാം. എൻ്റെ അടുത്ത് കണ്ടാല് ആ ഭാഷയിലുള്ള കുറെ ഇവിടെ കുറച്ചും കൂടിയും ഒരു വശ്യമായ ഭാഷ ഇവിടെയൊക്കെ ഉള്ളത്. ഒരു പരസ്പരം റെസ്പെക്ട് ചെയ്തോട്ട് ഇപ്പം നമ്മൾ ഹിന്ദി പറയുമ്പോൾ തന്നെ അല്ലേ ആപ് തും തു എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇപ്പം നമ്മൾ അറബിയിൽ പറയുമ്പോഴും അങ്ങനെ ഉണ്ട്. നമ്മൾ ആ ഒരാൾക്കൊരു ബഹുമാനം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ സംസാരം. ഇപ്പോൾ കുറച്ച് നമ്മൾ നീങ്ങി കഴിഞ്ഞാൽ അവർക്കൊരു ആക്ടിങ്, ഇപ്പോൾ ഒരു സാധനം കൊണ്ടുവരാൻ പറയുമ്പോഴൊക്കെ അതൊന്ന് കിട്ടുമോ അല്ലെങ്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ഒരുതരം കൽപ്പന ഭാഷകൾ അങ്ങനത്തെ ഉണ്ട്. ഇവരിൽ സാഹിത്യകാരന്മാരും കലാകാരന്മാരൊക്കെ ഉണ്ടല്ലേ? അവിടെ അറബിക് പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്, TV കാണാറുണ്ട്. അപൂർവമാണ്, പക്ഷെ ഉണ്ട്. എനിക്കാണ് അവരിൽ തന്നെ ഇവിടെ അറിയപ്പെടുന്ന പ്രശസ്തരായ കലാകാരന്മാരൊക്കെ ഉണ്ടാവും. ഇവിടെ കുറെ പാട്ടുകാരൊക്കെ ഉണ്ട്, അബ്ദുൽ സത്താർ, പിന്നെ അങ്ങനെ കുറെ സൗദിയിലും ഉണ്ടല്ലോ ഇപ്പോൾ. അബ്ദു എന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ പാട്ടുകാരൻ. പ്രത്യേക സ്ഥലമുണ്ട് ഈ ട്രഡീഷൻ സംഭവങ്ങൾ അവതരിപ്പിക്കാൻ. നമ്മളവിടെ സാഹിത്യ അക്കാദമി എന്നൊക്കെ പറയും. അതുപോലെ അവരുടെ ഒരു സംഭവങ്ങൾ കൂടി ഉണ്ട്. ഇവിടുത്തെ കല്യാണത്തിനൊക്കെ പാട്ട് പാടാനും. അറബി കല്യാണത്തിന് കൂടിയിട്ടുണ്ടോ? കൂടിയുണ്ട്. അതിന് എങ്ങനെയാണെന്ന് ചെറുതായിട്ട് പറയാം. എങ്ങനെയാണ് അവരുടെ? അത് 2 ദിവസം കൊണ്ടാണ് കല്യാണം. 2 ദിവസമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ രണ്ട് ലേഡീസിന് വേറൊരു ഭാഗത്തും ജെൻസിന് വേറൊരു ഭാഗത്തും അങ്ങനെയൊക്കെ അവരെ കല്യാണ രീതികളൊക്കെ വ്യത്യസ്തമായിട്ടാണ്. ഒറ്റ ദിവസം കൊണ്ടുണ്ട്, 2 ദിവസം കൊണ്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഹാളിനൊക്കെ വളരെ ഡിമാൻഡാണ്. അങ്ങനെ ഹാളായിട്ടുള്ള സംഭവങ്ങളില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ അവർ പുറത്തൊക്കെ ഡെസേർട്ടിലൊക്കെ ഈ കൈമ കിട്ടില്ലേ, അത്തരം ടെൻറ്റ് കെട്ടിയിട്ട് അതിലാണ് ഇപ്പോൾ അവരിപ്പോൾ അത് ആഘോഷിക്കുന്നത്. നമുക്ക് ഹോട്ടലൊന്നും എക്സ്പെൻസീവ് ആണ്. അങ്ങനത്തെ ഹാളുകളും ഇവിടെ കുറവാണ്. നിങ്ങൾ ഇനി എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരുവിധം എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട് വ്യവസായത്തിൽ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇനിയുള്ള വേറെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും? ഉണ്ട്. ഈ ഹോട്ടലിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ തോട്ടത്തിൽ തന്നെ ഇപ്പോൾ അവിടെ തന്നെ നമുക്ക് ഈ സ്പൈസുകളും ഇപ്പോൾ മിളകായാലും മഞ്ഞളായാലും ജീരക എന്ത് സാധനങ്ങളും അവിടെ തന്നെ ഇതാക്കാനും. പിന്നെ നമ്മളിപ്പോൾ ഈ കോഴികൾ ഇങ്ങനെ വളർന്നു വരുന്നില്ലേ, അപ്പോൾ ഇവിടെ ഇനി ഉപയോഗിക്കുന്ന കോഴികളൊക്കെ നമ്മളെ ഫ്രഷ് ഫാമിൽ നിന്നുള്ള ചിക്കൻ തന്നെ. അത് ഇപ്പം നമ്മളിപ്പോൾ 3500-4000 കോഴിയായി. പക്ഷെ അതിപ്പം ഇവിടെ നിന്ന് അപ്പാണ്ട് അറുത്താലും ഇപ്പോൾ സ്ലോട്ടർ ചെയ്താണ്ട് കഴിയുമല്ലോ. അപ്പോൾ കുറെ സ്റ്റോക്ക് ആക്കിയിട്ടൊരു നിങ്ങൾക്ക് ഒരു പുതിയ പരസ്യമായിട്ട് വരും. സ്വന്തം കോഴികളെ ഇപ്പം 2000 ആട് നമ്മളിലുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ നമുക്ക് അതിനോടുള്ള അടുപ്പം കാരണം അറക്കാനും കൊല്ലാനും പ്രസവിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനത്തെ ഇതിലൊക്കെ നമ്മള് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു ഫ്രഷ് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ തോട്ടത്തിൽ നിന്ന് ഇപ്പൊ നമ്മളെ ഈ കൊറിയൻഡർ ലീവ്സ്, മല്ലിച്ചപ്പ്, പുതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു കേരളത്തിലെത്തിയ ഒരു നല്ല ഒരു ഇതാണ്. അതായത് ഇപ്പൊ നമുക്ക് അവിടെ ചെന്നാല് ഇങ്ങനത്തെ ഒരു സ്ഥലം ദോഹയിലുണ്ടോന്ന് തോന്നും. കാരണം അത് 4 ഭാഗത്തും ഈ ഒരു തരം കാട് കൊണ്ട് ചുറ്റിയിട്ട് വൃക്ഷം വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഈ കാടുള്ളത്. എന്നിട്ട് അവിടെ നാട്ടിലും ഇങ്ങനെ കാണില്ല. നാട്ടിലും അങ്ങനെ ഒരു ക്യാച്ച് ചെയ്യാനൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ മാനും മയിലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്, എല്ലാതരം ആടുകളും. ഇവിടെ ഒരു സമാധാനം ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ. ടെൻഷനും ഇല്ല, ആരും യൂണിയൻ ഉണ്ടാകില്ല, ഒന്നുമില്ല അല്ലേ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് വളരെ സുഖകരമാണ്. നമ്മളവിടെ ഈ പശുവിനെ വളർത്തുന്നുണ്ട്, അവിടെ ഈ കൊക്ക് കൊറ്റി അങ്ങനത്തെ ഉണ്ടല്ലേ പാടത്തൊക്കെ ഉള്ള. അപ്പം അതിൻ്റെ നാട്ടിലങ്ങനെ ജീവിക്കണം, അതേപോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ കുറേ ഇത് കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് കുറേ മീനിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മീനിന് അതിൽ വന്നിട്ടാണ് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നത്. അതിന് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമേ അതിൽ മീൻ വളർത്തിയിരിക്കണം. അങ്ങനത്തെ ഒക്കെ കുറേ പരിപാടികളുണ്ട്. അതുപോലെ ഇതിൽ 4 ഭാഗത്തും കിണറുണ്ട് ഈ തോട്ടത്തിൽ. ഈ കൺസെപ്റ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർക്കും ഒരേ സമയത്ത് വന്നാണോ? അപ്പൊ അങ്ങനൊരു നമുക്കൊരു ഇതുണ്ട്, ഒരു ആളുണ്ട്. അപ്പൊ എനിക്ക് 90 വയസ്സായി.
ഇവിടെ അറബികൾക്ക് പൊതുവെ ദീർഘായുസാണോ? നല്ല വയസ്സാണ്. ഭക്ഷണ രീതിയുടെ ഒരുപാട് ഇലക്കറികൾ അവർ കഴിക്കുന്നതാണ് ഇലകൾ അല്ലേ? പിന്നെ ഇതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ ഈ സ്പൈസി ഒന്നല്ല കൂടുതൽ കഴിക്കുക. സ്പൈസി നല്ല സാധനം, എണ്ണ കുറവായിരിക്കും കൂടുതലും ഇങ്ങനെ ഈ ആവിയിലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കണം. എന്തായാലും രണ്ടുപേരുമായിട്ട് സംസാരിച്ചിട്ട് ഇനി 1 മണിക്കൂർ സംസാരിക്കാൻ സമയമുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിധി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇതുവരെ കണ്ട വ്യവസായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നിങ്ങൾക്ക്. കാരണം ഇവിടെ തന്നെ കേരളത്തിൻ്റെ ഒരു മൂഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാകും, ഐഡിയാസ് ഉണ്ടാകാം. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഖത്തർ നല്ലൊരു സ്ഥലമായിട്ടാണ്. എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും നല്ലൊരു ഇതല്ല, നമുക്കത് വേഗം കിട്ടും സംഭവം. ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്ന നമ്മുടെ അഭിമുഖം കേട്ടിട്ട് പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാണ്? നമുക്ക് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ബിസിനസ്സിന് ഇപ്പോൾ ഖത്തർ നല്ല ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഗൾഫിൻ്റെ സംഭവം കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ആ ഒരു ഇതില്ല ഇപ്പോൾ. അതായത് ഇവിടെ ഇനി ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനും ഒരുപാട് ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ നല്ലൊരു സ്ഥാനത്തെത്തി അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഇനി ആരും ഉണ്ടാവരുതെന്നുള്ളതല്ല, എല്ലാവരും രക്ഷപ്പെടണം. നല്ല ബിസിനസ്സിന് നല്ല സ്കോപ്പുള്ള സ്ഥലം ഇവിടെ. ഇപ്പം ഗവൺമെന്റ് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പല ഇനിഷ്യേറ്റീവുകളും ധൈര്യമായിട്ട് പുതിയ തലമുറക്ക് വരാം അല്ലേ? വരുമ്പോൾ എടുക്കേണ്ട പ്രതീക്ഷ എന്താണ് ശരിക്കും പറഞ്ഞാൽ? വിജയം കൈവരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ? അത് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു ശുഭാപ്തി വിശ്വാസം വേണം. ഇപ്പോൾ ഒരു പണിക്കാരൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇതങ്ങനെ അതുകൊണ്ടൊന്നും നമ്മൾ ഇതാവരുത് മനസ്സുകൊണ്ട്. ഇപ്പം ഞാൻ ഇവിടെ 30 കൊല്ലമായി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കണ്ടാൽ തോന്നുന്നില്ലല്ലോ. ഇപ്പം ഞാൻ 3 കുട്ടികളെ വലിയപ്പി ഞാൻ അപ്പം അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് ആകെ വിഷമിച്ച് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമുക്കുള്ളത് കിട്ടും. അത് നല്ലതുപോലെ നല്ലതാണ്. നമ്മളിപ്പോൾ സൗദിയിൽ തുടങ്ങാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ വ്യവസായം ഇങ്ങനെ അങ്ങോട്ട് വീണ്ടും ഒരുപാട് പടർന്ന് പന്തലിക്കട്ടെ. ഒട്ടേറെ നന്മകൾ ഞാൻ നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്കിങ്ങനൊരു അവസരം തന്നു നമ്മളുടെ സ്ഥാപനത്തിനെ പറ്റി പറയാനും ഉള്ള അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ കേരള വിഷൻ ചാനലിനോടും അതിൻ്റെ സഹപ്രവർത്തകരോടൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. സഫ്രാൻ്റെ പേരിലും ഞങ്ങളെല്ലാ സ്റ്റാഫിൻ്റെ പേരിലൊക്കെ വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. അറബി ലോകത്ത് വളരെയധികം പരിചയസമ്പന്നരായ തൃശ്ശൂർ സ്വദേശികളായ 2 പേരെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടത്. ഹനീഫയും അബ്ദുറഹ്മാനും. ഒട്ടേറെ വിശേഷങ്ങൾ അവർ പറഞ്ഞു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ നിന്ന് തനിമ നഷ്ടപ്പെടാതെ ഇവിടെ ഒരു തോട്ടം വരെ അവരിലൂടെ വന്നിട്ടുണ്ട് ദോഹയിൽ. എല്ലാ വിശേഷങ്ങളും അവർ പറഞ്ഞു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വ്യവസായവുമായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: ഒമാൻ്റെ തലസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടി, സുൽത്താനേറ്റ് ഒമാൻ്റെ തലസ്ഥാനം ഏതാണ്?